പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഏറ്റവും കൂടുതൽ കാമിയോ റോള് അഭിനയിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ലാലേട്ടന് അങ്ങനെ കാമിയോ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ലാലേട്ടൻ അല്ലാതെ തന്നെ അനേകം ചിത്രങ്ങളുണ്ട്. എന്നിട്ടും അദ്ദേഹം അതിന് അഭിനയിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് തൻ്റെ സാന്നിധ്യം കൊണ്ടൊരു പടം വിജയിക്കുന്നെങ്കിൽ വിജയിച്ചോട്ടെ, അത് മലയാള സിനിമയ്ക്ക് ഗുണമാണ് എന്ന് വിചാരിച്ചാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അതുതന്നെയല്ല, ചില ഫ്രണ്ട്ഷിപ്പിൻ്റെയും അതുപോലെ ചില ആൾക്കാരുടെയൊക്കെ നിർബന്ധം മുഖേനയാണ് ലാലേട്ടൻ പല സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതിനകത്ത് തന്നെ പൃഥ്വിരാജ് പറയുന്നുണ്ട്. ഖലീഫ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ഈ കഥാപാത്രം കണ്ടപ്പം പൃഥ്വിരാജ് ലാലേട്ടനെ വിളിച്ച് ചോദിച്ചു, ലാലേട്ട എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചില്ലേ, ഇനി അപ്പൂപ്പനായിട്ട് അഭിനയിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പം അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും പൃഥ്വിരാജിനോടുള്ള സ്നേഹം കൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ചെയ്തതെന്ന് പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട്. അത് ആ ചിത്രത്തിന് ഏറ്റവും വലിയ ഗുണമായി മാറി. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചു ലാലേട്ടൻ്റെ കഥാപാത്രം കൂടെ ആ ചിത്രത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ആദ്യത്തെ ദിവസം തന്നെ അത് കട്ടയും പടം മടക്കിനെ 100% ഉറപ്പാണ്. ഇപ്പോഴും അത് പിടിച്ചു നിൽക്കാനുള്ളൊരു കാരണം ലാലേട്ടൻ്റെ പ്രസൻസ് തന്നെയാണ്. അപ്പോൾ ആ ഖലീഫ എന്ന ചിത്രം ഇറങ്ങിയതിന് ശേഷം ലാലേട്ടൻ്റെ കഥാപാത്രത്തെപ്പറ്റി അങ്ങ് നിരന്തരം ട്രോള് വീഡിയോ ഒക്കെ ആയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും ലാലേട്ടൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ലാലേട്ടൻ്റെ കഥാപാത്രം അടിപൊളിയായിട്ടുണ്ട് എന്ന് ചില യൂട്യൂബ് ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാലേട്ടൻ്റെ കഥാപാത്രം കിടുക്കിയെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്, ഞാൻ കണ്ട ചാനലുകളല്ല. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ ലാലേട്ടൻ്റെ കഥാപാത്രത്തെ അങ്ങ് തരം താഴ്ത്തി, അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ ഓണനാളിൽ വന്നു എന്നൊക്കെ ഒരു യൂട്യൂബ് ചാനലുകൾ പറയുന്നത് കേട്ടു. എന്തോ എനിക്കറിയില്ല. പലരെപ്പറ്റി പല കഥാപാത്രങ്ങളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലവർക്ക് ചില കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാം. എനിക്കൊരു കഥാപാത്രം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് തരം താഴ്ത്തി സംസാരിക്കുന്നത് അത് എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും ഏറ്റവും മ്ലേച്ഛം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കട്ട അവതാരം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ അവതാരകർ. അപ്പം ഇങ്ങനെ ഇത് കേട്ട് ചില മോഹൻലാലിന് എതിരായിട്ട് സംസാരിക്കുന്ന ചിലരുണ്ടല്ലോ, അത് സർവ്വസാധാരണയാണ്. അവർക്കൊന്നും കഴിയത്തുമില്ല. ഇവിടെ പലരും 100 കോടിയും 200 കോടിയൊക്കെ നേടുമ്പോൾ എതിരാളി ആര് നേടിയാലും എതിരാളി എന്ന് പറയുന്നത് ലാലേട്ടനാണ്. ഒരു വശത്ത് ലാലേട്ടൻ്റെ റെക്കോർഡുകളാണ് പലരും തകർന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ അത് തിരിച്ചു ചേർക്കുന്നതും മറ്റുള്ള പല നടന്മാരുടെയും റെക്കോർഡുകളാണ്. അപ്പോൾ ഇതൊന്നും കഴിയാതെ ഈ കളിക്കളത്തിൽ നിന്ന് മാറി ഗ്രൗണ്ടിന് വെളിയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ പാഷാണത്തിൽ കൃമി പോലെ ഇങ്ങനെ വന്ന് ഏതെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയിൽ പറഞ്ഞൊരു വാചകമാണ്, ലാലേട്ടൻ്റെ കഥാപാത്രം അപ്പൂപ്പനായിട്ട് വന്നേക്കുന്നത് ഒരു വായിക്ക് കൊള്ളത്തില്ല, ലാലേട്ടൻ്റെ കഥാപാത്രമാണ് വളരെ മോശമായത്, ലാലേട്ടൻ ഇങ്ങനെയുള്ള കഥാപാത്രം. ലാലേട്ടനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ലാലേട്ടനെ വിമർശിക്കുന്ന ആൾക്കാർ, തുടരും എന്ന സിനിമയെ വരെ വിമർശിച്ച ആൾക്കാർ പറയുന്നു ലാലേട്ടൻ ഇങ്ങനെയുള്ള കഥാപാത്രമൊന്നും അഭിനയിക്കരുത് എന്ന്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 1990 മലയാളത്തിലെ മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന സൂപ്പർ സ്റ്റാറായ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്ന മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. 1990 പരമ്പര സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം. അതിനകത്തെ കഥാപാത്രം കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് പറയും. മമ്മൂട്ടി ഡബിൾ റോളായിരുന്നു. അന്ന് അഭിനയിച്ച ആ കഥാപാത്രത്തിൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നാരും അപ്പൂപ്പ എന്ന് വിളിച്ച് ക്രിസ്മസ് അപ്പൂപ്പ എന്നോ ഒന്നും വിളിച്ച് ആരും അവഹേളിക്കുന്നത് കണ്ടില്ല. ഏതായാലും ആ കഥാപാത്രം ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലാലേട്ടൻ്റെ കഥാപാത്രം ഇപ്പോൾ ഖലീഫ എന്ന ചിത്രത്തിൽ വരുന്നു കഴിഞ്ഞപ്പം അതിനു മുമ്പ് നമ്മുടെ കബാലി എന്ന ചിത്രത്തിൻ്റെ ലാലേട്ടൻ്റെ കഥാപാത്രവുമായിട്ട് ചെറിയ സാമ്യമുണ്ട് എന്ന് പലരും പറയുന്നത് കേട്ടു. കബാലി എന്ന രജനീകാന്തിൻ്റെ ചിത്രം, ഞാൻ കബാലി ആണടാ എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ ചിത്രം സ്റ്റൈലായിട്ട് വന്ന ആ ചിത്രവും
നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് രജനീകാന്ത് മുടിയൊക്കെ നരച്ച് താടിയൊക്കെ നരച്ച ചിത്രമാണ്. ഇവിടെ പ്രായമാകുമ്പം ഈ മുടിയൊക്കെ കറുപ്പിച്ച് അഭിനയിക്കാൻ പറ്റത്തില്ല. ഇനി ഒരുപക്ഷെ മോഹൻലാൽ മുടിയൊക്കെ കറുപ്പിച്ച് അഭിനയിച്ചിരുന്നെങ്കിൽ വേറെ വിമർശനമായിരിക്കും. കാരണം ഈ പൃഥ്വിരാജിൻ്റെ മുത്തച്ഛനാണല്ലോ. പൃഥ്വിരാജിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് രഞ്ജിത്ത് പണിക്കറാണ്. രഞ്ജിത്ത് പണിക്കറുടെ അച്ഛനായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം മുടിയൊക്കെ കറുപ്പിച്ചിരുന്നെങ്കിൽ പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പ്രായം എന്തുവായി കാണിക്കുന്നത്? പൃഥ്വിരാജിൻ്റെ അച്ഛനല്ലേ, എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചേനെ. ഇപ്പോൾ ഒന്നിനും വയ്യ അവസ്ഥയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. കാരണം താടി നരപ്പിച്ച് അഭിനയിക്കാനും പറ്റത്തില്ല, താടി കറപ്പിച്ച് അഭിനയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മോഹൻലാലിനെ സംബന്ധിച്ച്. മോഹൻലാൽ എന്ത് ചെയ്താലും അത് കുറ്റമാണ്. അത് ചിലവർക്കുള്ളതാണ്, ചിലരുടെ ക്രിമികടിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കൊന്നും പറ്റുന്നില്ല എന്ന് ഇങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില പണികളാണ്. ഏതായാലും ഈ പല നടന്മാരും ഇങ്ങനെ താടി നരപ്പിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ 3 നടന്മാർ, രജനീകാന്തിൻ്റെ വേറൊരു പ്രത്യേക സ്റ്റൈല്, പക്ഷെ മമ്മൂട്ടിയുടെ പരമ്പരയിൽക്കാൾ എത്രയോ ഭേദവും എത്രയോ സ്റ്റൈലിഷ് ലുക്കാണ് ലാലേട്ടൻ്റെ ഈ ഖലീഫ എന്ന ചിത്രത്തിലെ കഥാപാത്രം. കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പിന്നെ അന്ന് യൂട്യൂബ് ചാനലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മമ്മൂട്ടി രക്ഷപ്പെട്ടു പോയി എന്ന് എനിക്ക് തോന്നുള്ളൂ, പാവം. അല്ലാതെ മമ്മൂട്ടിയെ ഏറിക്കയറ്റിയാണ്. ഇപ്പം മമ്മൂട്ടി ഏതെങ്കിലും കഥാപാത്രം മോശമായിട്ട് ചെയ്താൽ മോഹൻലാൽ ആരാധകരും ഇങ്ങനെ നിരന്തരമായി ഏതെങ്കിലുമൊക്കെ ട്രോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ ഏത് കഥാപാത്രം ചെയ്താലും അത് മോഹൻലാൽ ശരിയായില്ല. ചിലപ്പോൾ ഒരുപക്ഷെ മോഹൻലാൽ മാത്രമേ ആ പടത്തിൽ അത് ശരിയായി കാണത്തുള്ളൂ. എന്നാലും ഒരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെപ്പറ്റി വീഡിയോ ചെയ്യും. അവർക്കൊരു സമാധാനം, ഒരു മനസമാധാനം കിട്ടണം അല്ലേ? നമ്മളെപ്പോഴും പറയത്തില്ലേ, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഉടൻ തന്നെ നോക്കുന്ന അടുത്ത വീട്ടിലെ കറണ്ട് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം അവിടെയും കൂടെ കറണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സമാധാനം. അതുതന്നെയാണ് പല ആരാധകരിലും, പല നടന്മാരുടെയും ആരാധകരിലും നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. അവർക്കൊരു കൂടി രസം. അപ്പം ഞാൻ അവരോട് പറയാനുള്ളത്, മക്കളെ, ഇതൊക്കെ വേറെ ലെവൽ. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ കരിയറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളോ ഒന്നും ഈ കാമിയായിട്ട് വരുന്ന, ഇപ്പം ഖലീഫ എന്ന ചിത്രം പരാജയപ്പെട്ടാലും അത് മൊത്തം ലാലേട്ടൻ്റെ തലയിരിക്കും. കാരണം ഇതിനകത്ത് 2-2.5 മണിക്കൂർ അഭിനയിച്ചത് പൃഥ്വിരാജാണെങ്കിലും മോഹൻലാൽ 5-6 മിനിറ്റേ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും മോഹൻലാലിൻ്റെ ചിത്രമായിട്ട് ഗണത്തിലാണ് വിടുന്നത്. നമ്മൾ കണ്ണപ്പ വന്നപ്പം കണ്ടില്ലേ, കണ്ണപ്പ, പ്രഭാഫ് ഉണ്ടായിരുന്നു, അങ്ങനെ പല നടന്മാരുണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിനകത്ത് 3-4 മിനിറ്റ് അഭിനയിച്ച ലാലേട്ടൻ്റെ തലയിലാണ് ആ കുറ്റം മൊത്തം. അതാണ് ചിലരുടെ ഒരു രീതിയാണ്, അവർക്കൊരു പൊടിപ്പുകം. ഏതായാലും ലാലേട്ടൻ്റെ ചിത്രങ്ങൾ 2025 ശേഷം 25-ലും 26-ലും ഒക്കെ ലാലേട്ടൻ മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിച്ച ചിത്രങ്ങളൊന്നും പരാജയപ്പെടുന്നില്ല. അതെല്ലാം വൻ വിജയമാകുന്നു, 200-100 കോടി കളക്ഷൻ നേടുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെങ്കിലും അവരൊന്ന് പറഞ്ഞ് തീർക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചിലവർ പറഞ്ഞു തീർക്കത്തില്ലേ, അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് നമുക്ക് അവരോടൊക്കെ ക്ഷമിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ വിചാരങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്നുള്ളത് കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. മിക്കവാറും ചിത്രങ്ങളിലെ കളക്ഷനൊക്കെ പുതിയ കളക്ഷനൊക്കെ ഉണ്ട്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ, ബൈ.